ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 38 വാക്യം 20. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 20 വാക്യത്തിൽ ദൈവാലയത്തിൽ നാം എന്തിനു പാടണം, അഥവാ എന്തുകൊണ്ട് പാടണം, അതുപോലെ തന്നെ നമ്മുടെ ഭവന പ്രാർത്ഥനകളിൽ അഥവാ കുടുംബ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായി നാം ദൈവത്തെ സ്തുതിക്കുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 20 വാക്യത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നത്. നാം എല്ലാവരും ഭക്തിഗാനങ്ങൾ പാടുന്നവരാണ്. ദൈവത്തിനായി, ദൈവനാമഹത്വത്തിനായി, ആരാധനയ്ക്കായി, സ്തുതിക്കായി പാട്ടുകൾ പാടുക സ്വാഭാവികമാണ്, സാധാരണയാണ്. എന്നാൽ പലപ്പോഴും എന്തിനു വേണ്ടിയാണ്, അഥവാ എന്തുകൊണ്ടാണ് നാം പാട്ട് പാടുന്നത് എന്ന് നാം ചിന്തിക്കാറില്ല. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുകയാണ്. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നാം കാണുന്നത്. ഇത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സുവാർത്തയാണ്. നാം പലവിധ പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കുമ്പോൾ, അഥവാ ഭയത്തിലായിരിക്കുമ്പോൾ, നമുക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ, ശത്രുക്കളാൽ ചുറ്റപ്പെട്ട അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു സ്വസ്ഥതയുമില്ലാത്ത അവസ്ഥ, ഭീതിജനകമായ അനുഭവങ്ങൾ, ആകുല ചിന്തകൾ, ഇതെല്ലാം നമ്മെ ഭരിക്കുമ്പോൾ ഒരു സദ്വാർത്ത, ആ സദ്വാർത്ത യഹോവ അഥവാ ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സദ്വാർത്ത നമുക്ക് എത്രമാത്രം ആശ്വാസമാണ് നൽകുന്നത്. എന്നെ രക്ഷിപ്പാൻ ഒരു ദൈവമുണ്ട്. എന്നെ ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, ഈ പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് പാടുവാൻ കഴിയും. അതെ, തന്ത്രനാദത്തോടെ, എന്നാൽ സംഗീതത്തോടെ തന്നെ ദൈവത്തിന് ഏത് സാഹചര്യങ്ങളിലും പാടുവാൻ കഴിയും. ഇതിന് പല ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ടെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉള്ള ഒരു ഉദാഹരണം വായിച്ചത് ഓർക്കുകയാണ്. ഒരു മകൻ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ച മകനെയും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ ആ സ്ത്രീ പോകുന്നു. ആ സ്ത്രീയെ കണ്ട ഉടനെ പ്രവാചകൻ ചോദിക്കുന്നു, സുഖമായിരിക്കുന്നുവോ എന്ന്. ആ പ്രവാചകനോട് ആ സ്ത്രീ ഉടനെ പറഞ്ഞ മറുപടി, അതെ, സുഖമായിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന
മകൻ്റെ മുമ്പിലിരുന്നാണ് ആ സ്ത്രീ പറയുന്നത് സുഖമായിരിക്കുന്നു. എങ്ങനെയാണിത് പറയാൻ സാധിച്ചത്? അതേ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക്, ഒരു ദൈവഭക്തന് എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും ഉറച്ച് പറയുവാൻ സാധിക്കും, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വല്ലപ്പോഴുമല്ല, ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവപര്യന്തം ദൈവത്തിന് തന്ത്രനാദത്തോടെ ഗീതങ്ങളെ പാടുവാനായിട്ട് സാധിക്കും. അതെ, നമുക്ക് പാടാം ദൈവനാമ മഹത്വത്തിനായി ഏത് സാഹചര്യത്തിലും. ആമേൻ, ആമേൻ.